നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു ഘോര യുദ്ധത്തിലേക്ക് കടക്കുന്നതിന്റെ പടിവാതിക്കലിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്കയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ട സ്ഥിതിക്ക് ഇനി ആരാണ് പകരം മധ്യസ്ഥത നിന്ന് സംസാരിക്കാൻ കെൽപ്പുള്ളവർ എന്നാണ് ലോകം തിരയുന്നത്. ഈ വർഷം ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഈ ലോകത്ത് നടക്കുന്ന പല കോണിൽ നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കും, അത് താൻ തന്നെ അവസാനിപ്പിക്കും എന്നായിരുന്നു. എന്നാൽ റഷ്യ യുക്രൈൻ വാർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇസ്രായേൽ ഇറാൻ സംഘർഷം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ലോകം കാണുകയാണ്. ഇതോടുകൂടി അമേരിക്കയിലുള്ള ഒരു വിശ്വാസം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ കൂടി രംഗത്തേക്ക് വരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനെതിരെ ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിൽ ആണവാക്രമണം നടത്തുമെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. പക്ഷെ പിന്നാലെ ഇത് നിഷേധിച്ച് പാകിസ്ഥാൻ പ്രസ്താവനയും എത്തി. കാരണം അങ്ങനെ ചെയ്താൽ പാകിസ്ഥാൻ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അവിടെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ തളർന്ന പാകിസ്ഥാൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് കൂടെ നിർത്താൻ പറ്റാവുന്നവരെയൊക്കെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയാണ്. തങ്ങളെ ഈ അവസ്ഥ മറ്റുള്ളവരെ പറഞ്ഞു പാട്ടിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത്. ഇസ്രായേൽ ഇറാനിൽ ആണവ ബോംബ് പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിൽ ആണവ ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് IRGC കമാൻഡറും ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ ജനറൽ മൊഹ്സൻ റസായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും കൂടുതൽ സംഘർഷം രൂക്ഷമാകുമെന്ന ഭീഷണികൾ ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന വന്നത്. എന്നിരുന്നാലും പാകിസ്ഥാൻ അത്തരമൊരു പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അവകാശവാദം തള്ളിക്കളഞ്ഞു. ആണവ പ്രതികാരത്തെക്കുറിച്ചുള്ള ഏതൊരു വാക്ക് പോലും പാകിസ്ഥാൻ നിരസിച്ചെങ്കിലും ഇസ്രായേലുമായുള്ള വിശാലമായ ഏറ്റുമുട്ടലിൽ ഇറാന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ടെഹ്റാൻ ആക്രമണത്തെ തുടർന്ന് ജൂതരാജ്യമായ ഇസ്രായേലിനെതിരെ മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഇറാന്റെ പിന്നിൽ നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിക്കണം, അല്ലെങ്കിൽ ഇറാനും പലസ്തീനും അനുഭവിച്ച അതേ വിധി നേരിടേണ്ടി വരും. ജൂൺ 14 പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വജ ആസിഫ് ദേശീയ അസംബ്ലിയിൽ പറഞ്ഞു. ഇറാൻ, യമൻ, പലസ്തീൻ എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മുസ്ലിം രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഒന്നിച്ചില്ലെങ്കിൽ ഓരോന്നിനും ഒരേ വിധി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞതായി തുർക്കി ടുഡേ ഉദ്ധരിച്ചു. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്ന് ആസിഫ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിനെതിരെ സംയുക്ത തന്ത്രം രൂപീകരിക്കുന്നതിനായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഒരു യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏതായാലും ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ പാകിസ്ഥാൻ പ്രസ്താവന വേഗത്തിൽ തന്നെ പിൻവലിച്ചത് നന്നായി, ഇല്ലെങ്കിൽ പണി പാളിയാനെ. അതേസമയം പാകിസ്ഥാനും സൗദിയോടും ചേർന്ന് ഇസ്ലാമിക് ആർമി ഉണ്ടാക്കാൻ, ഇസ്രായേലിനെ തകർക്കാൻ ഇറാൻ നീക്കം നടത്തുമ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം തേടിയിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാനിലെ ഷഹ്റാനിലെ എണ്ണ സംഭരണശാല ഇസ്രായേൽ ആക്രമണത്തിൽ കത്തി നശിച്ചു. ഇറാനിൽ ഇതുവരെ 224 പേർ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് ഖസേമിയും 2 ഉപമേധാവികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് ഖസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹേക്കിയും കൊല്ലപ്പെട്ടുവെന്ന വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് സ്ഥിരീകരിച്ചത്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് താക്കീതുമായി രംഗത്തെത്തിയത്. അമേരിക്കയെ ആക്രമിച്ചാൽ തങ്ങളുടെ സൈന്യത്തിന്റെ പൂർണ്ണ ശക്തി ഇറാൻ അനുഭവിക്കുമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. ട്രംപ് ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത്. യുദ്ധത്തിൽ പങ്കാളിയാകാനുള്ള സാധ്യത പോലും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ഇസ്ലാമിക രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാമിക് ആർമി ഉണ്ടാക്കാനാണ് ഇറാന്റെ നീക്കം. തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ കൂടാതെ മറ്റ് ചില രാജ്യങ്ങളെയും ഈ കൂട്ടായ്മയിൽ ഉൾപ്പെടുത്താനാണ് ഇറാൻ നീക്കം നടത്തുന്നത്. അതേസമയം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ഇസ്രായേൽ തേടിയതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ നിരവധി ആയുധ നിർമ്മാണശാലകൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് പുടിനെ മധ്യസ്ഥനാക്കാൻ അനുവദിക്കില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ബംഗറിലേക്ക് മാറിയതായി റിപ്പോർട്ടുണ്ട്. സംഘർഷ രൂക്ഷമായ സാഹചര്യത്തിലാണ് അയത്തുള്ള അലി ഖമേനി മകൻ
മുസ്തഫ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയതെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തത്. വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്കാണ് അയത്തുള്ള അലി ഖമനേയും കുടുംബവും മാറിയതെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. ഞായറാഴ്ച ഇറാനിലെ മഷ്ഹാദ് നഗരം ലക്ഷ്യമിട്ടും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. രാജ്യത്തെ ഒരിടത്തും അയത്തുള്ള അലി ഖമനേയി സുരക്ഷിതരല്ലെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തുന്നതെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ അയത്തുള്ള അലി ഖമനേയി ലക്ഷ്യമിട്ടിരുന്നതായാണ് വിവരം. എന്നാൽ ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തലാക്കാനുള്ള തീരുമാനമെടുക്കുന്നതുവരെ അദ്ദേഹത്തിന് അവസരം നൽകിയതാണെന്നും നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രായേലിലെ ആക്രമണത്തിൽ ഇതുവരെ 224 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. കൊല്ലപ്പെട്ടവരിൽ 90% സാധാരണക്കാരാണെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. അതിനിടെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പുലർച്ചെയുമായി ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. ഞായറാഴ്ച ഇറാൻ ആദ്യമായി പകലും മിസൈൽ ആക്രമണം നടത്തി. ഹൈഫയിലെ വിവിധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. ഇതിനു പുറമെ ടെലവീവിന് സമീപത്തെ ബാത്ത് യാമിലും രൂക്ഷമായ മിസൈൽ ആക്രമണം ഉണ്ടായി. അതിനിടെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടിയിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണങ്ങളിലോ സൈനിക ഓപ്പറേഷനുകളിലോ ഫ്രാൻസിന് യാതൊരു പങ്കുമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്.